ജൂലൈ 31 സൗദിയും കുവൈറ്റും ഉപാധികളോടെ നാളെ ഓഗസ്റ്റ് 1 മുതൽ യാത്രക്കാരെ സ്വീകരിക്കുന്നത് മേഖലയുടെ പുരോഗമനപരമായ ആശാവഹമായ കാര്യമായി മാറുന്നു. പിന്നെ അവശേഷിക്കുന്നത് UAEയും ഒമാനുമാണ്. UAE ആകട്ടെ മറ്റേതെങ്കിലും ഗ്രീൻ ഇടത്താവളങ്ങളിൽ 14 ദിവസം തങ്ങിയ ശേഷം വരാവുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഷാർജയിലൊക്കെ വന്നിറങ്ങുന്ന യാത്രക്കാർ അബുദാബിയിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുകൂടി ഇന്ന് ഗൗരവത്തിൽ അറിയേണ്ടതുണ്ട്, പരാമർശിക്കേണ്ടതുണ്ട്. ആദ്യം സൗദിയിലേക്ക് പോകുന്നവർ, കുവൈറ്റിലേക്ക് പോകുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. സൗദി ടൂറിസ്റ്റുകളെ ഓഗസ്റ്റ് 1 മുതൽ സ്വീകരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 2 ഡോസ് വാക്സിൻ എടുത്തവർ, അത് സൗദി പറയുന്ന വാക്സിൻ എടുത്തവരായിരിക്കണം. ഒന്ന് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക, അല്ലെങ്കിൽ ഫൈസർ ബയോഎൻടെക്, അതല്ലെങ്കിൽ മൊഡേണ. ഇത് രണ്ടില്ലെങ്കിൽ 1 ഡോസ് എടുത്താലും മതി J&J എന്ന് പറയുന്ന വാക്സിൻ. അപ്പോൾ സിനോഫാമിന്റെ കാര്യമോ സിനോവാക്കിന്റെ കാര്യമോ? അങ്ങനെയുള്ളവർക്കും പ്രവേശിക്കാം. പക്ഷേ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 1 ഡോസ് കൂടി ബൂസ്റ്ററായിട്ട് എടുത്തവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. അവർക്ക് ക്വാറന്റൈൻ വേണ്ട എന്ന് സൗദി പറയുന്നു. ഓഗസ്റ്റ് 1 മുതൽ ടൂറിസ്റ്റുകൾക്കാണ് പ്രവേശനം. ഓഗസ്റ്റ് 10 മുതൽ ഉംറ തീർത്ഥാടകർക്കും പ്രവേശിക്കാവുന്ന അനുമതി കൊടുത്തിരിക്കുകയാണ്. ഏറ്റക്കുറച്ചിലുകളുമായി സൗദിയുടെ രോഗബാധ ഇങ്ങനെ പോകുമ്പോൾ ഇനിയും 17 മാസമായി ഇങ്ങനെ അടച്ചിട്ടിട്ട് ഇനിയും ഇങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ടിട്ട് സൗദി തുറന്നു കൊടുക്കുകയാണ്. ഉംറ കമ്പനികളൊക്കെ, ഉംറ തീർത്ഥാടനത്തിന് സഹായിക്കുന്ന കമ്പനികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഓഗസ്റ്റ് 10 മുതൽ ആളുകളെ അയക്കാമല്ലോ എന്ന്. കുവൈറ്റും ഉപാധികളുടെ ആളുകൾ സ്വീകരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റുണ്ട്. 2019 ഓഗസ്റ്റ് 31 മുമ്പ് പുറത്തുപോയ ആളുകൾ അവർക്ക് രേഖയൊക്കെ ഉണ്ടെങ്കിലും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 1 മുതൽ പുറത്തു നിൽക്കുന്നവർക്ക് താമസരേഖകൾ ഉണ്ടെങ്കിൽ കടന്നു വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർക്കാണെങ്കിൽ മറ്റൊരു രാജ്യം വഴി വേണം വരാൻ. കുവൈറ്റുമായിട്ട് നേരിട്ട് വിമാന സർവീസുള്ള മറ്റൊരു രാജ്യത്ത് പ്രവേശിച്ചിട്ട് വേണം വരാൻ. 14 ദിവസമൊന്നും താമസിക്കേണ്ടതില്ല, പ്രവേശിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഓഗസ്റ്റ് 1 മുതൽ ആ യാത്രയും പ്രാബല്യത്തിൽ വരുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്നത് നമ്മുടെ UAEയിലേക്ക് എപ്പോൾ സാധാരണക്കാർക്ക് വരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് എപ്പോഴായിരിക്കും തുറന്നു കൊടുക്കുക? എമിറേറ്റ്സ് പറയുന്നത് ഇപ്പോഴും ഓഗസ്റ്റ് 7 തന്നെയാണ്. ഇനി 7 ദിവസത്തിന്റെ അകലം. അതേസമയം എത്തിഹാദ് പറഞ്ഞിരിക്കുന്നു അടുത്ത അറിയിപ്പ് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ്. ഈ 2 കാര്യങ്ങളും കാത്തിരിക്കുന്നു. പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫീസുണ്ട് ഒരു സിവിൽ ഏവിയേഷന്റെ, അവർ പറയണം, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓഫീസ് പറയണം. ഇത് രണ്ടും പറഞ്ഞാലേ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് വാതിലുകൾ തുറന്നു കൊടുക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ് മുഴുവൻ. ഇതിനിടയിൽ അർമേനിയ വഴി, സെർബിയ വഴി, ഉസ്ബെക്കിസ്ഥാൻ വഴിയൊക്കെ UAEയിലേക്ക് വന്നിറങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഷാർജയിലേക്ക് ധാരാളം ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഷാർജയിൽ വന്നിറങ്ങുന്നവർ, അബുദാബിയിൽ പോകാനുള്ള നിരവധി ആളുകളും ഷാർജയിൽ ഇങ്ങനെ വന്നിറങ്ങുന്നു. അവർക്കുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി അറിയുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം. അതിലൊന്നാമത്തേത്, ഷാർജയിൽ വന്നിറങ്ങിയാൽ എയർപോർട്ടിലൊരു PCR പരിശോധന ഉണ്ടാകും. അതിന്റെ റിസൾട്ട് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു ടെസ്റ്റ് കൂടി നടത്തണം. അപ്പോൾ 2 ടെസ്റ്റായി. അതിന്റെ റിസൾട്ട് വന്ന ശേഷമാണ് അബുദാബി അതിർത്തിയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം അബുദാബിയിലെ എഴുത്തുകാരനും സാംസ്കാരിക സംഘാടകനും ഒക്കെയായ പയ്യന്നൂർ സ്വദേശി VTV ദാമോദരൻ, അദ്ദേഹവും കുടുംബവും ഒക്കെ അർമേനിയയിൽ പോയി 14 ദിവസം താമസിച്ചിട്ട് ഷാർജയിൽ വന്നിറങ്ങി, ടെസ്റ്റ് എടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ടെസ്റ്റ് എടുത്തത് പിറ്റേന്ന് രാവിലെ റിസൾട്ട് കിട്ടി. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടെസ്റ്റ് പോവേണ്ടത്. അല്ലെങ്കിൽ അടുത്ത ദിവസം മറിഞ്ഞു പോകണം. അപ്പോൾ 29-ാം തീയതിയാണ് ടെസ്റ്റ് എടുക്കുന്നതെങ്കിൽ 30-ാം തീയതി ആയിരിക്കണം അടുത്ത ടെസ്റ്റ്. അങ്ങനെയാണ്. 24 മണിക്കൂർ എന്നുള്ളതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ദിവസമായിരിക്കണം ആ ടെസ്റ്റ് റിസൾട്ടിൽ കാണിച്ചിരിക്കേണ്ടത്. രാത്രി 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമായി. അടുത്ത ദിവസത്തിന് വേണ്ടി പോയി എടുക്കുന്നു. റിസൾട്ട് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുന്നു. ദുബായിൽ 24 മണിക്കൂറും സൗകര്യമുള്ള അൽനഹദ സെന്ററിൽ പോയിട്ടാണ് ടെസ്റ്റ് എടുത്തത്. റിസൾട്ട് കിട്ടി. അതും കൊണ്ട് അങ്ങോട്ട് അബുദാബി അതിർത്തിയിൽ എത്തുമ്പോഴാണ് കഥ മാറാൻ സാധ്യത. അവിടെ ഈ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് അബുദാബിയിൽ ഇവരെ പ്രവേശിപ്പിക്കാമോ എന്നുള്ള രൂപത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനുമതി കിട്ടണമല്ലോ. ചിലപ്പോൾ 1 മിനിറ്റിൽ കിട്ടും,
ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 3 മണിക്കൂറിൽ. VTV ദാമോദരനും സംഘവും ഏതായാലും 6 മണിക്കൂറിലധികം അതിർത്തിയിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ സമയം അങ്ങനെ കഴിഞ്ഞു പോയി. രാത്രി 12-നും വെളുപ്പാങ്കാലത്ത് 5 മണിക്കും ഇടയിൽ പിന്നെ യാത്ര അനുവദിക്കുന്ന രീതിയില്ല. സ്റ്റെറിലൈസേഷൻ പ്രക്രിയയുടെ സമയമാണ്. അങ്ങനെ വീണ്ടും കുടുങ്ങും. പിന്നെ അബുദാബിയുടെ സ്പെഷ്യൽ പെർമിറ്റുള്ള ടാക്സിയിലൊക്കെ കയറി എങ്ങനെയെങ്കിലും വീടെത്തി. ഏതായാലും ഷാർജയിൽ വന്നിറങ്ങിയിട്ട് 2-3 ദിവസം എടുത്തു എന്ന് ചുരുക്കത്തിൽ പറയാം അബുദാബിയിൽ വീടെത്താൻ. അപ്പോൾ ഇത് വരാനിരിക്കുന്ന ആളുകളെ അറിയിക്കണം. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് എടുക്കുന്നു, ഒക്കെ ശരിയാണ്. എന്നാൽ അതിർത്തിയിൽ വരുമ്പോൾ ഇത് ഈ അതോറിറ്റിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ 1 മിനിറ്റിൽ നടക്കാം, അല്ലെങ്കിൽ 6 മണിക്കൂർ 8 മണിക്കൂർ വരെ നീണ്ടുപോകാമെന്ന് കരുതി പോകണം എന്ന കാര്യം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എയർ ബബിൾ എഗ്രിമെന്റിന്റെയും ഈ ഓഗസ്റ്റ് 31-ന്റെയും കഥ കാരണം ആശയക്കുഴപ്പത്തിലായിപ്പോയ നിരവധി ആളുകൾ ഞങ്ങളെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നല്ലോ ഓഗസ്റ്റ് 31 വരെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല. എന്താണ് കഥ? ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്, ഇതെല്ലാ മാസവും പുതുക്കി കൊടുക്കുന്നതാണ്. വീണ്ടും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും തൽക്കാലം അത് UAE-യിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കുന്ന വിഷയമല്ല. എയർ ബബിൾ എഗ്രിമെന്റ് നിലനിൽപ്പുണ്ട്. 2 ഡസനിലധികം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ആ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ തുടർന്നു പോകുന്നു. ഇപ്പോൾ UAE-യും ഒമാനും ഒക്കെ തൽക്കാലം വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഒരു ദിശയിലേക്കുള്ള സർവീസ് സുഗമമായി നടക്കുന്നുമുണ്ട്. ഈ ഓഗസ്റ്റ് 31 എന്ന് ഇന്ത്യ സിവിൽ ഏവിയേഷൻ പറഞ്ഞിരിക്കുന്നതിന് തൽക്കാലം ഗൗരവത്തിലെടുത്ത് തടിക്ക് കൊടുക്കാതെ രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു. നമ്മളെ പെട്ടെന്ന് ഇപ്പോൾ ബാധിക്കുന്ന വിഷയമല്ല. സാധാരണ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളെ കുറിച്ചാണ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു അസാധാരണമായൊരു സംഭവം. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഷാർജയിൽ കഴിഞ്ഞ 10-20 വർഷമായി അക്കൗണ്ടന്റ് പ്രൊഫഷനിലുള്ള ജോസ് വർഗീസ് എന്ന 55-കാരൻ തന്റെ മകളുടെ CBSE +2 റിസൾട്ട് നാട്ടിൽ നിന്ന് അറിഞ്ഞു. 96% എന്നറിഞ്ഞു. സന്തോഷം കൊണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഷാർജയിൽ മിഠായി വിതരണം നടത്തി നമുക്ക് വൈകുന്നേരം പാർട്ടി നടത്താമെന്ന് പറഞ്ഞു. ഇന്നലെ പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് വൈകുന്നേരം 7:40 മരണമടയുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് കിട്ടുന്നു. ആ സന്തോഷത്തിൽ എല്ലാവരോടും അത് പറയുന്നു. 96% മകൾക്ക്, ഡോണ എന്ന മകളുടെ പേര്. നാട്ടിലെ അധ്യാപികയാണ് ഭാര്യ. എന്താണെങ്കിലും വലിയ ദുരന്തമായിപ്പോയി എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. വലിയ വേദനയായിപ്പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. UAE-യിൽ 6 പേർ മരിച്ചു. 0.5% TPR. 1537 രോഗബാധ. ഇനി ലോകാരോഗ്യ സംഘടന പറയുന്നൊരു കാര്യം അറിയണം. നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ചും തീരുമാനമെടുക്കണം. ഡെൽറ്റ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇതിനേക്കാൾ വഷളായ വകഭേദങ്ങൾ വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ഡെൽറ്റ എന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു നീങ്ങണം. ഈ ഡെൽറ്റ ഇന്ത്യയിലാണ് തുടങ്ങിയത്, കണ്ടുപിടിക്കപ്പെട്ടത്. 132 രാജ്യങ്ങളിൽ ഇപ്പോഴുണ്ട്. ഇതിനപ്പുറമുള്ള കാര്യം വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതേ ലോകാരോഗ്യ സംഘടന അനുമതി കൊടുത്തിട്ടാണല്ലോ ഓരോ രാജ്യങ്ങളും ഓരോരോ വാക്സിനുകളുമായി വന്ന് ഇപ്പോൾ 1/2 ഡസനിലധികം സജീവമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. 400 കോടി ആളുകൾ കുത്തിവെക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അന്തസ്സായി നിങ്ങൾ ഈ പ്രതിരോധ കുത്തിവെപ്പിനെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യൂ, ഒന്നും വരില്ല, 2 ഡോസ് എടുത്തവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബൂസ്റ്റർ എന്ന 3ാമത്തേതും എടുത്തോളൂ എന്നിട്ട് യാത്ര ചെയ്യൂ, എല്ലാവരും തുറന്നു കൊടുക്കൂ, ലോകം മുഴുവനും. യൂറോപ്പിൽ ഒരു നിയമം, അമേരിക്കയിൽ മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിൽ വേറൊന്ന്, ഏഷ്യയിൽ മറ്റൊന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ ലോകാരോഗ്യ സംഘടനയെ ഒന്നും ഒഴിഞ്ഞുകൂടെ? ആളുകളുടെ ജീവൻ, ആളുകളുടെ യാത്ര, ആളുകളുടെ ജീവിതം ഒക്കെ പ്രശ്നത്തിലായി കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്രൂവൽ കൊടുക്കുകയും ചെയ്യും, ആളുകളെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമില്ല. എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാർ ഈ ലോകാരോഗ്യ സംഘടനയോട് ചോദിക്കുന്നത് കാണാൻ വലിയ കഷ്ടപ്പാടുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറാത്തത് എന്തുകൊണ്ട് എന്ന് തിരിച്ചറിയണം. ബാങ്കിംഗ് ഇടപാടുകൾ, നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി നാളെ ഓഗസ്റ്റ് 1 മുതൽ ഓട്ടോമേറ്റഡ് ക്ലിയറൻസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഞായറാഴ്ച അവധിയായിരിക്കും. അതുകൊണ്ട് അന്ന് ലോൺ എടുക്കാനുള്ള EMI എടുക്കില്ല. അല്ലെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളിയെ ബാങ്ക് ഉള്ളൂ, മറ്റു ദിവസങ്ങളിൽ എടുക്കില്ല.
അതൊക്കെ ഇന്ന് വരെയുള്ള കഥ. ജൂലൈ 31 കഴിയുന്നു. ഓഗസ്റ്റ് 1 മുതൽ എന്നാണോ നമ്മുടെ EMI കൊടുക്കേണ്ടത്, എന്താണോ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് കൊടുക്കേണ്ടത്, അന്നേക്കന്ന് ഓട്ടോമേറ്റഡ് പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ ക്ലിയറൻസ് ആയി അത് പോകും. കാശില്ലെങ്കിൽ അതിന്റെ പിഴ വേറെ കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ഇന്നലെ 41,000 രോഗബാധ. ഇന്ന് രാത്രി UAE സമയം 9:45 കിട്ടിയ റിപ്പോർട്ടിൽ 40,000 കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ 12.31% TPR, 20,600-ലധികം കേസുകൾ. പക്ഷേ മരണസംഖ്യ കുറയുന്നു. 80 മരണമാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിമാനം തിരുവനന്തപുരത്തും ദമാമിലേക്ക് ആളില്ലാതെ, ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ട കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന ഉടൻ വിൻഷീൽഡിൽ വിള്ളൽ കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ താഴെ ഇറക്കുകയും ചെയ്തു. അതൊക്കെയാണ് ഒരു ചെറിയ തകരാറ് വിമാനത്തിലുണ്ടായാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദുബായ് കരാമ സെന്ററിൽ പ്രവർത്തിക്കുന്ന സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഈ ജുവലറി ആളുകൾക്ക് 500 ദിർഹത്തിന്റെ സാധനം വാങ്ങുന്നവർക്ക് ഫ്ളാറ്റ് അടക്കമുള്ള സമ്മാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 1ാം ഘട്ടമായി ഇന്ന് ആദ്യത്തെ നറുക്കെടുപ്പ് നടന്നു. ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ വന്ന് നറുക്കെടുത്തു. ഒരു ഡയമണ്ട് റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് സെയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് സെയിൻ എന്നാണ്. ഏതായാലും കൺഗ്രാജുലേഷൻസ്. ഒപ്പം 500 ദിർഹത്തിന്റെ സ്വർണം ദുബായ് വാർത്ത വഴി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ വിജയിയെ കൂടി പ്രഖ്യാപിക്കുകയാണ്. ശരത് കുമാർ ശശാങ്ക്. അഭിനന്ദനങ്ങൾ. ശരത് കുമാറിന്റെ നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ച് എപ്പോഴാണ് കരാമ സെന്ററിൽ പോയി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ പോയി 500 ദിർഹത്തിന്റെ സ്വർണം വാങ്ങേണ്ടത് എന്ന കാര്യം നാളെ അറിയിച്ചു തരാം. അതനുസരിച്ച് പോയി വാങ്ങൂ. ഭാഗ്യമുണ്ടെങ്കിൽ താങ്കൾക്കും സ്വന്തമാക്കാം ഒരു ഫ്ളാറ്റ് കരാമ സെന്ററിലെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വക. നമുക്ക് കാത്തിരിക്കാം. ജൂലൈ 31 ഇതൊക്കെ പറയുമ്പോൾ ചെറിയൊരു വേദനയുള്ള ഏപ്രിൽ 24 തുടങ്ങിയതാണ് ഈ യാത്രാ തടസ്സം. ജൂലൈ 24 കഴിഞ്ഞു, 3 മാസവും കഴിഞ്ഞ്, ഒരാഴ്ചയും കൂടി പിന്നിട്ടു. ഇനി ഒരാഴ്ചയാണ് നമ്മൾ അങ്ങനെ പരമാവധി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ അതിനപ്പുറം പോകരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.